വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ ഉടൻ വരുന്നു. വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു. രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ് ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം. ഓപ്പണിംഗ് ഷോർട്ട്ലി. ദോശ ഡൈൻ. ഫോൺ 9447670162 9207404805. വടക്കാഞ്ചേരി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. അകമല ചേപ്പലക്കോടിൽ 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. 1,00,000 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കർഷകനായ ശിവാനന്ദൻ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 16 അകമല ചേപ്പിലക്കോട് പട്ടാരുമടത്തിൽ മിന്നാപ്പോൾ, ഉപ്പഴക്കാട്ടിൽ അനിൽ ജേക്കബ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പട്ടാരുമടത്തിൽ മിന്നാപ്പോളിന്റെ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന പിശാന്തി പുഞ്ചയിൽ ശിവദാസന്റെ 50ഓളം വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 10:30 കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം പുലർച്ചെ 4 മണിയോടെയാണ് കൃഷിയിടത്തിൽ നിന്നും മടങ്ങിയത്. 2 കൂട്ടമായാണ് ആന കൃഷിയിടത്തിലെത്തിയതെന്ന് കർഷകർ പറയുന്നു. പൂവൻ, ഞാലിപ്പൂവൻ, പാളയങ്കോടൻ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട 2000ഓളം വാഴകളാണ് 4 ഏക്കർ സ്ഥലത്തിൽ ശിവാനന്ദൻ കൃഷി ചെയ്തിരുന്നത്. കുലച്ച വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് എന്നും ഏകദേശം 1,00,000 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായും ശിവാനന്ദൻ പറഞ്ഞു. അകമല ചേപ്പിലക്കോട് ഭാഗത്തെ 5.5 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് ഈ മേഖലയിൽ 700 മീറ്ററോളം പൂർത്തിയാക്കാനുണ്ട് എന്നും വന്യജീവികളെ പ്രതിരോധിക്കുവാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതി കമ്മീഷൻ ചെയ്താൽ ഒരു പരിധിവരെ കാട്ടാനയെ പ്രതിരോധിക്കുവാൻ കഴിയുമെന്നും സോളാർ ഫെൻസിംഗ് ലൈൻ വലിക്കാത്ത ഭാഗമായ തേക്കിൻകാട് വഴിയാണ് കാട്ടാനക്കൂട്ടം എത്തിയത് എന്നാണ് സംശയിക്കുന്നതെന്നും പ്രദേശവാസിയും CPM അകമല ബ്രാഞ്ച് സെക്രട്ടറിയുമായ മനോജ് വ്യക്തമാക്കി. റൈറ്റ് വിഷൻ ന്യൂസ്, വടക്കാഞ്ചേരി. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും 40 മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവന് മുൻവശത്തായി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ 2 നില വീടും 48 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ, വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 9539 403680 9497179359.